ആനയും പന്നി കാട്ടുമൃഗങ്ങളും കാട്ടിലിറങ്ങി നടക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കും വനം വകുപ്പിന്റെ അധികാരികളെ നിങ്ങൾക്കെതിരായി ഉയരുന്നു കർഷകരുടെ പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ അലക്സ് നെടുകാല അവരുടെ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോജൻ കുന്നേൽ അവരുടെ ആദരണീയനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അജീഷ് പി നായർ അവരുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ എം പി ജോസഫ്, ശ്രീ മനോജ് തോമസ്, ഗ്രാമപഞ്ചായത്തിലെ സഹപ്രവർത്തകരായ ജസി, പി സി രഘുനാഥൻ, INTUSകളുടെ വടാൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുവിറ്റമുള്ളിക്കാരായി തുടങ്ങി കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹിതരെ, ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഇത്രയധികം ആളുകൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഈ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ വനം വകുപ്പ് ഈ പ്രതിഷേധം അറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കാരണം മലയോര മേഖലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആനയുടെയും കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം മുഖാന്തരം ജീവിതം ദുസ്സഹമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കൃഷിക്കാരുടെ വികാരം അണപൊട്ടി ഒഴുകുമെന്ന് അധികാരികൾ മനസ്സിലാക്കണം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. കാരണം നിരവധി പ്രാവശ്യം വടാൽ പഞ്ചായത്തിൻ്റെ പാടിയിലും പുല്ലടിയിലും പളിയങ്കലിലും എടക്കാനത്തും അതോടൊപ്പം തന്നെ വലിയ പുഞ്ചയിലും ബന്ധമലയിലും നെല്ലിമലയിലും മൈക്കേത്തും അത്തിയടുക്കത്തും ഒക്കെ ആന ഇറങ്ങിയപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് വനം വകുപ്പിൻ്റെ റേഞ്ച് ഓഫീസറെയും DFOയെയും ഫോറസ്റ്റിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഈ ആനയുടെ ശല്യം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രാവശ്യം ഇടപെടൽ നടത്തിയുണ്ടായി. ഇന്ന് ഓടിക്കാം, നാളെ ഓടിക്കാം, മറ്റന്നാൾ ഓടിക്കാം, RRT സംഘത്തെ കൊണ്ടുവന്ന് ഞങ്ങൾ ഓടിക്കുമെന്ന് പറയുന്നതല്ലാതെ കൊണ്ട് ആനയെ ഓടിക്കുവാൻ വേണ്ടിയിട്ട് യാതൊരു നടപടിയും നടത്താതെ ഈ വനം വകുപ്പിൻ്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്കിവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കാരണം ഞാൻ ഈ ഒന്നും കൂടെ വനം വകുപ്പുകാരോട് ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇത്രയധികം ആളുകൾ, ഞങ്ങൾ പറയാത്ത ആളുകൾ പോലും, അറിയിപ്പ് കൊടുക്കാത്ത ആളുകൾ പോലും ഈ സമര പരിപാടി അറിഞ്ഞുകൊണ്ട് വികാരപരമായി ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ വനം വകുപ്പ് അധികാരികൾ വനാതിർത്തിയിൽ കാട്ടുമൃഗ ശല്യം തടയുന്നതിന് വേണ്ടി ആനമതിലോ തൂക്കുമതിലോ സോളാർ ഫെൻസിങ്ങോ ഒക്കെ നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ കൃഷിക്കാർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുക അതും വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു തെങ്ങ് നമുക്ക് കുഴിച്ചു വെക്കുന്നതിന് വേണ്ടി 1500ഓളം രൂപ വരും. കുഴിയെടുക്കണം, തൈ മേടിക്കണം, വളമിടണം, അതിൻ്റെ മറ്റ് പരിരക്ഷ എല്ലാം നടത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് 1500 രൂപ വരുമ്പോൾ ഒരു കായ്ക്ക് ഒരു തെങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആന നശിപ്പിച്ചു കഴിഞ്ഞാൽ വനം വകുപ്പ് കൊടുക്കുന്നത് വെറും 700 രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നഷ്ടപരിഹാര തുക ഉയർത്തണം, സമയബന്ധിതമായി അത് കൊടുക്കണം. അതിലധികമായിട്ട് വനാതിർത്തികളിൽ കഷ്ടപ്പെടുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു വകുപ്പ് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതെന്ന കാര്യം വനം വകുപ്പിൻ്റെ ആളുകൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഉദാസീനത നിങ്ങൾ അവസാനിപ്പിക്കണം. അടിയന്തരമായിട്ട് വനാതിർത്തിയിൽ സോളാർ വേലി അല്ലെങ്കിൽ കിടങ്ങ് നിർമ്മിച്ചുകൊണ്ട് ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യം അവസാനിപ്പിക്കണം. അതിലധികമായിട്ട് നാട്ടിൽ അങ്ങോട്ടും എങ്ങും കുരങ്ങുകൾ വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. തെങ്ങിൻ്റെയും പല വർഗ്ഗങ്ങളുടെയും കമുകിൻ്റെയൊക്കെ ആദായം നിരക്കുന്ന കർഷകനല്ല, കുരങ്ങുകളാണ് ഇന്ന് നമ്മുടെ ആദായം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയണം, ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് കുരങ്ങിനെ ഗ്രേഡ് 1-ൽ പെടുത്തിയിരിക്കുകയാണ്. ഒരാനയ്ക്ക് കൊടുക്കുന്ന സംരക്ഷണം, ഒരു പുലിക്ക് കൊടുക്കുന്ന സംരക്ഷണം, അല്ലെങ്കിൽ ഒരു സിംഹത്തിന് കൊടുക്കുന്ന സംരക്ഷണം കുരങ്ങിന് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കുരങ്ങുകൾ, ഈ നഗരപ്രദേശങ്ങളിലേക്ക് പോലും കുരങ്ങുകൾ ഇറങ്ങിയിരിക്കുകയാണ്. ഈ കുരങ്ങുകളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കൃഷിക്കാരന് കൊടുത്തില്ലെങ്കിൽ ഈ നാട്ടിലൊന്നും
ഉണ്ടാക്കിയാൽ വീട്ടിൽ നമുക്കൊന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ നാടിനെ തള്ളിപിടിക്കാൻ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ നില മലയോര മേഖലയിലും കാർഷിക മേഖല ഉയർന്നു വരണം, വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യ മനോഭാവം മനസ്സിലാക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും ത്യാഗം സഹിച്ച് ഇവിടെ എത്താൻ നമ്മളെ പ്രേരിപ്പിച്ചത് നമ്മൾ ഈ മലയോര മേഖലയിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കാട്ടാനകൾ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാടിയിൽ അടങ്ങുന്ന കാട്ടാന ഒരു കൂട്ടം, അതുപോലെ തന്നെ പടിയെങ്കിൽ ഇറങ്ങുന്ന ആനക്കൂട്ടം വേറൊന്ന്, അതുപോലെ തന്നെ വലിയ കുറ്റിയിൽ ഇറങ്ങുന്ന ആനക്കൂട്ടം വേറൊന്ന്, നെല്ലിമലയിലും മൈക്കത്തും വേറൊരു കൂട്ടം. ഇങ്ങനെ ആനകളെ പെറ്റ് മെഴുകി നൂറുകണക്കിന് ആനകളാണ് ഈ മലയോര മേഖലയുടെ വനാതിർത്തികളെ ചമ്പടിച്ചിട്ടുള്ളത്. ഇതിനെ ഒന്നെങ്കിൽ ഉൾക്കാട്ടിലേക്ക് തുരത്തണം, കൃഷിക്കാരന് അതിന് സംരക്ഷണം കൊടുക്കണം. വനാതിർത്തികളിൽ മുഴുവൻ വനം വകുപ്പിൻ്റെ കാവൽ നിൽക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആനയെ അറിഞ്ഞാലും മറ്റു മൃഗങ്ങളെ അറിഞ്ഞാലും അതിനെ ഉൾക്കാട്ടിലേക്ക് തുരുത്തുവാൻ വേണ്ടി വനാതിർത്തികളിൽ വനപാലകർ കാവലിൽ നിന്നുകൊണ്ട് ഈ മൃഗങ്ങളെയൊക്കെ തുരുത്തുകയും ഈ കുരങ്ങിൻ്റെ ശല്യത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഗ്രേഡ് 1-ൽ പെടുത്തിയിരിക്കുന്ന ഈ കുരങ്ങിൻ്റെ ശല്യത്തിൽ നിന്ന് കൃഷിക്കാരനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്വീകരിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മളിന്ന് കേൾവി പോലുമില്ല. ബന്ധമലയിലും അതുപോലെ തന്നെ നെല്ലിമലയിലും ഒക്കെ ഒട്ടേമാടത്തുനിന്ന് ആന ഇതുവരെ ഇത്രയും കാലത്തിനിടയിൽ ആന ഇറങ്ങിയിട്ടില്ല. കാരണം ഇവിടെ കുടിയേറ്റം തുടങ്ങിയിട്ട് 75 വർഷമായി. ഈ 75 വർഷം മുമ്പ് ഇവിടെ കുടിയേറിയ ആളുകൾ, അതിൽ ജീവിച്ചിരിക്കുന്നവർ പോലും പറയുന്നു, ഞങ്ങളുടെ ഓർമ്മയിൽ ഈ ബന്ധമലയിലും ഒട്ടേമാടത്തും നെല്ലിമലയിലും ഒന്നും ആന ഇറങ്ങിയതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ആനകളെ, മൃഗങ്ങളെ ഗവൺമെൻറ് സംരക്ഷിച്ചുകൊണ്ട് ജനവാസ മേഖലകളിലേക്കൊക്കെ ഒരു ഭീതിയും കൂടാതെ ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങി വിഹരിക്കുകയും നമുക്ക് അവിടെയൊന്നും ജീവിക്കുവാൻ മേലാത്ത സാഹചര്യം, നമ്മുടെ സ്വത്തുകൾ നഷ്ടപ്പെടുന്നു. ഇന്ന് ആ ഭൂമിയൊന്നും നമുക്ക് വിൽപ്പന നടത്തുവാൻ വേണ്ടി പോലും സാധിക്കാത്ത സാഹചര്യമാണ്. കാരണം ആനയടങ്ങുന്ന ഭൂമി ഇന്ന് ആർക്ക് വേണം? ഇനി ആനയടങ്ങുന്ന ഭൂമി ഒരു മനുഷ്യനും വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭൂമിയുടെ വിൽപ്പന പോലും നടക്കാത്ത ഗതികേടിലേക്കാണ് നമ്മളുള്ളത്. അപ്പോൾ പുല്ലടിയിലെയും മിനിഞ്ഞാന്ന് നമ്മൾ അറിയുമ്പോൾ പുല്ലടിയിലെ പഞ്ചായത്ത് റോഡിന് അടുത്ത് വരെയും ആന ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം കാറ്റിൽ നിന്ന് 1 കിലോമീറ്ററോളം താഴെ ഇറങ്ങി വന്ന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പുല്ലടി ഭാഗത്ത് പോലും ആന ഇറങ്ങി ഭീതി സൃഷ്ടിക്കുമ്പോൾ അവിടെയുള്ള കുടുംബങ്ങൾക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കേൾക്കുന്ന പോലീസുകാരായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വനാതിർത്തികളിൽ വനത്തിൽ നിന്ന് മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാത്ത സാഹചര്യം, കുരങ്ങുകളെ നാട്ടിൽ നിന്ന് തുരത്തേണ്ട സാഹചര്യം, ഇതിനൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു പദ്ധതി രൂപീകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ അലക്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ അരിക്കൊമ്പനെന്ന കാട്ടാനയെ പിടിക്കുവാൻ വേണ്ടിയിട്ട് ഏകദേശം 5 കോടിയിലധികം രൂപ ഗവൺമെൻറ് ചെലവഴിക്കുകയുണ്ടായി. നമ്മൾ ഈ മലയോരത്ത് വരെ നമ്മളെ കൃഷിക്കാരുടെ നശിക്കുന്ന കൃഷിക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാൻ വേണ്ടി പോലും 5 കോടിക്ക് പകരം 50,000 രൂപ വരെ ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്നുള്ള ഈ സർക്കാരുകളുടെ നെറികേടുകൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ആനയെ സംരക്ഷിക്കണം, പുലിയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ, കുരങ്ങിനെ സംരക്ഷിക്കണം. ഭരണകൂടത്തിന് ജനങ്ങൾക്ക് യാതൊരുവിധ വിലയുമില്ല. നമ്മളൊരു കുരങ്ങിനെ എറിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വളപ്പിലുള്ള പെരുമ്പാമ്പിനെ നമ്മൾ കൊന്നുകഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ട സാഹചര്യമാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് യാതൊരു വിലയുമില്ല, കൃഷിക്കാരനൊരു വിലയുമില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നൊരു സൂചനയായിട്ടാണ് ഇന്ന് ഈ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ, ഭീമനടി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ ഈ സമരം ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ആവശ്യങ്ങൾ നടക്കാത്തൊരു സാഹചര്യം വന്നാൽ കാസർഗോഡ് DFO ഓഫീസിന് മുമ്പിലും അതിനുശേഷം സമാനമായ ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയും കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലായാലും പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ, കർഷക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ബളാൽ മണ്ഡലം കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ കർഷക മാർച്ച് വന്യമൃഗ സംരക്ഷണത്തിൽ നമുക്ക് മോചനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയ
ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്.